സംസ്ഥാന ബജറ്റിൽ ഇത്തവണ ക്ഷേമ പെൻഷൻ വർധനവില്ല. ജീവനക്കാർക്ക് പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കും. മദ്യത്തിന് വില കൂടും. തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപ പ്രഖ്യാപിച്ചു. സുവോളജിക്കൽ പാർക്കിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് 6 കോടി രൂപ വകയിരുത്തി. സാഹിത്യ സംഗീത ലളിതകലാ അക്കാദമികളുടെ പ്രവർത്തനങ്ങൾക്കും ബജറ്റിൽ പരിഗണന. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ AC മൊയ്തീൻ MLA-യുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ED നടപടി ശരിവെച്ചു. പൂങ്കുന്നം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ ഹീവാൻ ഫിനാൻസ് ലിമിറ്റഡ് പൂട്ടി. നിക്ഷേപകർ പ്രതിസന്ധിയിൽ. TNT ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിന്റെയും ഉടമകളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ കളക്ടറുടെ ഉത്തരവ്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവം. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയ ആളെ പ്രതിചേർത്ത് എക്സൈസ് ക്രൈംബ്രാഞ്ച് കേസെടുത്തു. തിരുവില്ലാമല അപ്പേക്കാട് ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ വൻ തീപിടുത്തം. തൃക്കൂർ അയ്യപ്പക്കുന്നിൽ ഏക്കർ കണക്കിന് സ്ഥലം കത്തിനശിച്ചു. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. വ്യാപാരികൾക്കെതിരെ കൂടുതൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. വാർത്തകൾ വിശദമായി. സംസ്ഥാന ബജറ്റിൽ ഇത്തവണ ക്ഷേമ പെൻഷൻ വർധനയില്ല. കൊടുക്കാനുള്ള ക്ഷേമ പെൻഷൻ സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചു. അതേസമയം പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് ജീവനക്കാർക്കായി ബജറ്റിൽ പുതിയ പെൻഷൻ സ്കീം പ്രഖ്യാപിച്ചു. ഇതിനു പുറമെ സർക്കാർ ആശുപത്രികൾക്ക് ജനങ്ങളിൽ നിന്ന് സഹായം സ്വീകരിക്കാനും പദ്ധതി ആവിഷ്കരിച്ചു. സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേക ആരോഗ്യ പദ്ധതി നടപ്പിലാക്കും. ഇതിനായി 3.1 കോടി രൂപ വകയിരുത്തി. സംസ്ഥാനത്ത് മദ്യവില കൂടും. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് തീരുവ ലിറ്ററിന് 10 രൂപയാണ് കൂട്ടിയത്. KSEB ഉൾപ്പെടെയുള്ള വൈദ്യുതി ഉൽപ്പാദകരുടെ തീരുവ കൂട്ടി. യൂണിറ്റിന് 1.2 പൈസ ആയിരുന്നത് 15 വർദ്ധിപ്പിച്ചു. വൈദ്യുതി നിരക്ക് വർദ്ധിക്കില്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി. വ്യവസായ മേഖലയ്ക്കായി 1829 കോടി രൂപ അനുവദിച്ചു. കൂടാതെ ലൈഫ് പദ്ധതിക്കായി 1132 കോടി രൂപ സംസ്ഥാന ബജറ്റിൽ അനുവദിച്ചു. ഉന്നത വിദ്യാഭ്യാസ ഹബ്ബായി കേരളത്തെ മാറ്റുമെന്നും കേരളത്തിൽ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കും. കാർഷിക മേഖലയുടെ വികസനത്തിനായി 1698.30 കോടി രൂപ അനുവദിച്ചു. ജില്ലയിലെ വിവിധ പദ്ധതികൾക്കായി ബജറ്റിൽ കൂടുതൽ തുക വകയിരുത്തി. തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് 10 കോടി രൂപ പ്രഖ്യാപിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിന് 6 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്കായി 3.20 കോടി രൂപയും സംഗീത നാടക അക്കാദമിയുടെ പ്രവർത്തനങ്ങൾക്കായി 7.5 കോടി രൂപയും കേരള ലളിതകലാ അക്കാദമിക്ക് 5.50 കോടി രൂപയും വകയിരുത്തി. തൃശൂർ ജവഹർ ബാലഭവൻ പ്രവർത്തനങ്ങൾക്കും തുക വകയിരുത്തി. കലാമണ്ഡലത്തിന്റെ വിവിധ കലാ അക്കാദമിക് പ്രവർത്തനങ്ങൾക്കായി 19.50 കോടി രൂപ വകയിരുത്തി. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഓങ്കോളജി വിഭാഗത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുക വകയിരുത്തി. കേരള ആരോഗ്യ സർവകലാശാലയുടെ പ്രവർത്തനങ്ങൾക്കായി 11.50 കോടി രൂപയും പ്രഖ്യാപിച്ചു. കളക്ട്രേറ്റിൽ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ 25 കോടി വകയിരുത്തി. വിയൂർ താണിക്കുടം മോഡൽ റോഡ് നിർമ്മാണത്തിന് 2.5 കോടി രൂപ അനുവദിച്ചു. ശക്തൻ മാർക്കറ്റ് വികസനത്തിനായി 2 കോടി രൂപയും ജനറൽ ആശുപത്രിയിലെ കെട്ടിട നിർമ്മാണത്തിന് 1.5 കോടി രൂപയും അനുവദിച്ചു. വിയൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് അക്കാദമിയിൽ കെട്ടിട നിർമ്മാണത്തിന് 2,30,00,000 രൂപയും പറവട്ടാനിയിൽ പാർക്കിംഗ് ഏരിയ നിർമ്മാണത്തിന് 5 കോടിയും അനുവദിച്ചു. ഒളരിയിൽ എക്സൈസ് ടവർ നിർമ്മാണത്തിന് 5 കോടിയും അനുവദിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിനുള്ള സംസ്ഥാന ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് ഫ്രണ്ട്സ് ഓഫ് സൂ ആവശ്യപ്പെട്ടു. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ബഡ്ജറ്റിൽ 6 കോടി രൂപയാണ് സുവോളജിക്കൽ പാർക്കിനായി വകയിരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും 6 കോടി രൂപയാണ് ബജറ്റ് വിഹിതമായിരുന്നത്. തൃശൂർ മൃഗശാലയിൽ നിന്നുള്ള എല്ലാ മൃഗങ്ങളെയും മാർച്ച് മാസത്തോടെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ എത്തിക്കുകയാണ്. പക്ഷിമൃഗാദികളുടെ പരിപാലന ചെലവും ഈ വർഷത്തിൽ അധികമായി വരുന്ന സാഹചര്യത്തിൽ ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഫ്രണ്ട്സ് ഓഫ് സൂ സെക്രട്ടറി M. പീതാംബരൻ ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് നിവേദനം അയച്ചു. എല്ലാ പക്ഷിമൃഗാദികളെയും പുത്തൂരിലേക്ക് എത്തിക്കുന്നു. ആ പക്ഷിമൃഗാദികളുടെ പരിപാലനത്തിനായി തന്നെ കോടിക്കണക്കിന് രൂപ ചെലവ് വരുന്നതാണ്. കൂടാതെ തന്നെ മുൻ വർഷത്തേക്കാൾ കൂടുതൽ ജീവനക്കാർ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സുവോളജിക്കൽ പാർക്കിൽ നിയോഗിക്കപ്പെട്ട് അവരുടെ ശമ്പളം മറ്റ് ആനുകൂല്യ ചെലവുകളും വർദ്ധിച്ച് വരികയാണ്.
കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ AC മൊയ്തീൻ MLAക്ക് തിരിച്ചടി. AC മൊയ്തീന്റെ എതിർപ്പ് തള്ളി ദില്ലി അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടേതാണ് നടപടി. AC മൊയ്തീന്റെയും ഭാര്യയുടെയും പേരിലുള്ള 6 ബാങ്ക് അക്കൌണ്ടുകളിലുള്ള 40 ലക്ഷം രൂപയാണ് കണ്ടുകെട്ടിയത്. എന്നാൽ ഭൂസ്വത്തുക്കൾ ഇപ്പോൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നില്ലെന്നാണ് റിപ്പോർട്ട്. പൂങ്കുന്നം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ ഹീവാൻ ഫിനാൻസ് ലിമിറ്റഡ് പൂട്ടി. നിക്ഷേപകർ കടുത്ത പ്രതിസന്ധിയിൽ. കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞിട്ട് സമരം ഇരുന്ന പോലെ ഇരുന്ന് ആരും ഇവിടുന്ന് നോക്കാണ്ട് ഷട്ടർ അടച്ചിട്ട് പോയി. ഷട്ടർ അടയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ടാണ് വൈകുന്നേരം 3-3:30 വരെ ഞാൻ ഭക്ഷണം കൂടി രാവിലെ ഇട്ട് കഴിക്കാണ്ട് ഇവിടെ കുത്തിരുന്ന്. ഒരു അക്ഷരം എനിക്ക് മിണ്ടിയിട്ടില്ല. എനിക്കിതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി കാണുന്നെ വേണം. എൻ്റെ മോളുടെ ആവശ്യങ്ങളാണ് ഈ മാസം ലാസ്റ്റ്. ഞാൻ എന്താ ചെയ്യും? ഞാൻ ഈ വീടാന്തരം കയറി ഇറങ്ങിയിട്ട് നയിച്ചിട്ടുണ്ടാക്കിയ പൈസയാണ്. പപ്പട പണി എടുത്തിട്ടും അടുപ്പത്ത് കിടന്ന് വെന്തിട്ടൊക്കെ ഉണ്ടാക്കിയ പൈസ. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എനിക്കിന് പൈസ കിട്ടണം. എൻ്റെ മോളുടെ ആവശ്യം എനിക്ക് നടക്കണം. ശനിയാഴ്ച മുതലാണ് ഹീവാൻ ഫിനാൻസ് ലിമിറ്റഡ്, ഹീവാൻ നിധി ലിമിറ്റഡ്, ഹീവാൻ ഇൻഷുറൻസ് ആൻഡ് മാർക്കറ്റിംഗ്, ഹീവാൻ ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്നീ സ്ഥാപനങ്ങളടങ്ങിയ പൂങ്കുന്നം ചക്കാമുക്കിലുള്ള ഹീവാൻ ടവർ എന്ന ആസ്ഥാന ഓഫീസ് അടച്ചത്. 30 ലക്ഷം രൂപയാണ് 2020 തൊട്ടിട്ട് ഞാൻ നിക്ഷേപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് തൊട്ടിട്ട് പലിശ കിട്ടാനുണ്ട്. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് പത്മശ്രീ സുന്ദർ മേനോനാണ് ഇതിന്റെ ചെയർമാൻ. DCC സെക്രട്ടറി CS ശ്രീനിവാസനാണ് ഇതിന്റെ MD. ബഡ്സ് ആക്ട് പ്രകാരമാണല്ലോ ഇപ്പോൾ ഈ ഇതുപോലത്തെ ഫിനാൻസ് കമ്പനികളുടെ നിക്ഷേപം തിരിച്ച് കിട്ടാത്തത് മടക്കി കൊടുക്കാനുള്ള ബഡ്സ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തൃശൂർ ജില്ലയിലും പുറത്തുമായി 22-ലേറെ ശാഖകളിലായി 1000-ലേറെ നിക്ഷേപകരുടെ 33 കോടിയിലേറെ രൂപ നിക്ഷേപം ഈ സ്ഥാപനത്തിലുണ്ടെന്ന് നിക്ഷേപകർ പറയുന്നു. ഞാനും ഇവിടെ 20 ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുള്ള ഒരാളാണ്. 3 മാസത്തോളമായി പരാതി കൊടുത്തിട്ട് പോലീസ് സ്റ്റേഷനിൽ. പിന്നെ ഇതുവരെ ഒരു നടപടിയും അവിടുന്ന് കണ്ടിട്ടില്ല. ഇപ്പോഴും ഇതിപ്പോൾ ശനിയാഴ്ച മുതൽ തുറക്കണമില്ല. ഈ സ്ഥാപനം പൂട്ടി. അവിടുത്തെ ഒരു സ്ത്രീ വന്ന് നിർബന്ധം പിടിച്ചിട്ട് 1 വർഷത്തെ കാര്യത്തിന് വല്ല പലിശ കിട്ടും വല്ല മെച്ചം കിട്ടും പറഞ്ഞ് ചെയ്തതാണ്. ഈ ചതി ഈ പാവപ്പെട്ടവനോട് വേണ്ടായിരുന്നു. ഇയാൾക്ക് എഴുതാനോ വായിക്കാനോ ഒന്നും അറിയില്ലായിരുന്നു. എൻ്റെ പേരിലാണ് ഇട്ടത്. ഞാൻ ഇയാളെയും കൂട്ടിയിട്ട് 11ഓളം പ്രാവശ്യം ഇവിടെ വന്നു. കുറച്ചെന്തോ കൊടുത്തു. ഒന്ന് 85-ൻ്റെ ഒരു 85ഓളം കൊടുത്തു. ബാക്കി ഇനി 1 ലക്ഷം ഉറുപ്പിയുണ്ട്. ഈ 1 ലക്ഷം ഉറുപ്പ് ഇയാൾക്ക് കിട്ടാൻ വേണ്ടി ഒരു പ്രാവശ്യം ഇയാൾ വന്ന് ഇവിടെ വന്ന് കരയണം. പ്രതിമാസ നിക്ഷേപ പദ്ധതികൾ, സ്ഥിരം ഡെപ്പോസിറ്റുകൾ എന്നിവയിലൂടെയാണ് ഹീവാൻ കമ്പനി നിക്ഷേപകരിൽ നിന്ന് പണസമാഹരണം നടത്തിയത്. ഡെപ്പോസിറ്റുകൾക്ക് 12% പലിശയാണ് വാഗ്ദാനം ചെയ്തിരുന്നത്. ഈ സ്ഥാപനത്തിൽ നിന്നും 2023 ആഗസ്റ്റ് മാസം മുതൽ പലിശയോ മുതലോ നിക്ഷേപകർക്ക് കിട്ടാത്ത സ്ഥിതിയാണ്. പല അവധികൾ പറഞ്ഞും വണ്ടിച്ചെക്ക് നൽകിയും ഈ സ്ഥാപനത്തിലെ അധികാരികൾ കബളിപ്പിക്കുകയാണെന്നാണ് നിക്ഷേപകരുടെ ആക്ഷേപം. മാസം തരാമെന്ന് പറഞ്ഞിട്ടൊരു സ്ലിപ്പിലൊക്കെ എഴുതി തന്നു. പക്ഷേ ആ സമയത്ത് നമ്മൾ വരുമ്പോൾ പൈസ ആയിട്ടില്ല, പോയിക്കോളൂ, ആകുമ്പോൾ വിളിക്കാം, അതൊരു മറുപടിയാണ് പറയണേ. നമ്മളതിനെ ആട്ടി പറഞ്ഞേക്കുക, പൊക്കോ. പോലീസുകാർ പറയുന്ന ഇയാള് ഇപ്പൊ ബിജു മണിയുണ്ടെന്ന് പറഞ്ഞ ആളെ അവിടെ പിടിച്ചിരുത്തി പറഞ്ഞ ഇയാൾ പെശകാണ്, ഗുണ്ടയാണ്, ഞങ്ങൾ വേണേൽ പിടിച്ച് ജയിലിലിടാം, അല്ലാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിജു മണിയണ്ടൻ ഇതിലൊരു മെയിനായിട്ടുള്ളൊരു ഡയറക്ടർ ബോർഡിലെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇതിൽ. ഒടുവിലായപ്പോൾ ഭീഷണിപ്പെടുത്തുകയും കേസ് കൊടുക്കാൻ പറഞ്ഞ് മടക്കിവിടുകയും ചെയ്തിരുന്നുവെന്നാണ് ആക്ഷേപം. ചികിത്സ, മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി നിക്ഷേപത്തുക മടക്കി കിട്ടാനായി സ്ഥാപനത്തിൽ കയറിയിറങ്ങി നിരാശരായിരിക്കുമ്പോൾ ബ്രാഞ്ചുകൾക്ക് പുറമെ ആസ്ഥാനവും അടച്ചുപൂട്ടിയ ഞെട്ടലിലാണ് നിക്ഷേപകർ. നിക്ഷേപ സംഖ്യ മടക്കി കിട്ടാനായി വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 100ഓളം പരാതികൾ നൽകിയിട്ടും ഇതുവരെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് നിക്ഷേപകർ ആരോപിച്ചു. നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും മറ്റധികാരികൾക്കും പരാതി നൽകാൻ ഒരുങ്ങുന്നതിനായി നിക്ഷേപകരുടെ കൂട്ടായ്മയും രൂപീകരിച്ചു കഴിഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ഹീവാൻ ഫിനാൻസ് സ്ഥാപനത്തിൽ നിന്ന് 2023 മാർച്ച് മാസത്തിൽ രാജിവെച്ചതായും തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പത്മശ്രീ ഡോക്ടർ TS സുന്ദർ മേനോൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ രാജിക്കത്ത് അംഗീകരിച്ച് നീക്കം ചെയ്തതായും ഡയറക്ടർ ബോർഡിലുള്ള സമയത്ത് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നിട്ടില്ലെന്നും സുന്ദർ മേനോൻ പറഞ്ഞു. ഈ ഹീവാൻ ഫൈനാൻസിൽ നിന്നും ഹീവാൻ നിധിയിൽ നിന്നും ഞാൻ 2023 മാർച്ച് മാസം 20-ാം തീയതി എൻ്റെ രാജിക്കത്ത് കൊടുത്തു. എൻ്റെ രാജിക്കത്ത് സ്വീകരിച്ചുകൊണ്ട് അവർ അന്ന് 31-ാം തീയതി മാർച്ച് മാസം 31-ാം തീയതി നടന്ന ബോർഡ് മീറ്റിങ്ങിൽ ഒരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി. എൻ്റെ രാജിക്കത്ത് സ്വീകരിക്കുകയും ചെയ്തു. സ്വീകരിച്ചുകൊണ്ടുള്ള ഓർഡർ എനിക്ക് തന്നു. ആ ഓർഡർ ഞാൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാ നിയമ നടപടികളും സ്വീകരിച്ചുകൊണ്ട് അതിന് വേണ്ട പൈസയൊക്കെ അടച്ച് എനിക്ക് അവിടെ നിന്നും
ആ രാജിക്കത്ത് സ്വീകരിച്ച ഓർഡർ എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ കാലയളവിൽ, അതായത് ഞാൻ ഉണ്ടായ കാലയളവിൽ ഒരു നിക്ഷേപകരും ഒരു പരാതിയോ ആരോപണവുമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. അതിനുശേഷമാണ് അതൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതിന് ഞാൻ ഉത്തരവാദിയല്ല. അത് മാത്രമല്ല, ഈ ആരോപണങ്ങൾക്ക് തികച്ചും അടിസ്ഥാനരഹിതമാണ്. TNT ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിന്റെയും ഉടമകളുടെയും പേരിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടാൻ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർ ഉത്തരവിട്ടു. നിയമവിരുദ്ധമായി പൊതുജനങ്ങൾക്ക് അമിത പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപം സ്വീകരിക്കുകയും നിക്ഷേപകർ ആവശ്യപ്പെട്ടിട്ടും പണം തിരികെ നൽകാതെ വഞ്ചനാകുറ്റം ചെയ്തതായി ബോധ്യപ്പെട്ടതിന്റെയും അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. പ്രതികളുടെ ജില്ലയിലെ എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും തിട്ടപ്പെടുത്തി കണ്ടുകെട്ടുന്നതിനായി സ്ഥാവര സ്വത്തുക്കളുടെ മഹ്സർ, ലൊക്കേഷൻ സ്കെച്ച്, തണ്ടപ്പേർ പകർപ്പ് എന്നിവയുൾപ്പെടെ റിപ്പോർട്ട് തഹസിൽദാർമാർ തയ്യാറാക്കും. ഉത്തരവ് ജില്ലയിൽ ഫലപ്രദമായി നടപ്പിൽ വരുത്തുന്നതിന് തൃശൂർ സിറ്റി, റൂറൽ ജില്ലാ പോലീസ് മേധാവിമാർ, തൃശൂർ ഇരിങ്ങാലക്കുട റവന്യൂ ഡിവിഷണൽ ഓഫീസർ എന്നിവർക്ക് കളക്ടർ ചുമതല നൽകി. കുട്ടനെല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് ചിട്ടി വിളിച്ച പണം കിട്ടാത്തതിനെ തുടർന്ന് ക്യാൻസർ രോഗിയുടെയും കുടുംബത്തിന്റെയും പ്രതിഷേധം. ഇരവിമംഗലം സ്വദേശിയുടെ ചികിത്സയ്ക്കായാണ് ചിട്ടി വിളിച്ച പണം ആവശ്യപ്പെട്ടത്. എന്നാൽ 8 മാസം കഴിഞ്ഞിട്ടും പണം ലഭിക്കാതായതോടെ കുടുംബം പ്രതിഷേധവുമായി എത്തി. 10 ലക്ഷം രൂപയുടെ ചിട്ടിയാണ് ചികിത്സാർത്ഥം 7 ലക്ഷം രൂപയ്ക്ക് ഇരവിമംഗലം സ്വദേശി പുരുഷോത്തമൻ വിളിച്ചെടുത്തത്. ക്യാൻസർ ബാധിച്ച ലിസിയെ ഒരു തവണ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരുന്നു. രണ്ടാമത്തെ ശസ്ത്രക്രിയയ്ക്ക് പണം ചോദിച്ച് 8 മാസമായി ബാങ്ക് കയറിയിറങ്ങിയെങ്കിലും ഇതുവരെയും ലഭിച്ചില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പണം നൽകാൻ കഴിയാത്തതിന് കാരണം എന്നാണ് ബാങ്ക് അറിയിച്ചത്. ഇതോടെ ഒരു ദിവസം 10,000 രൂപ വെച്ച് ഒരു മാസം നൽകാമെന്നും ബാക്കി തുക ബാങ്ക് അക്കൌണ്ടിൽ നിക്ഷേപിക്കാം എന്നും ബാങ്ക് അറിയിച്ചു. എന്നാൽ അതിന് കുടുംബം തയ്യാറായില്ല. ഇതോടെ ചിട്ടിക്കായി ഈട് നൽകിയ ആധാരം ബാങ്ക് അധികൃതർ പിടിച്ചുവെക്കുകയായിരുന്നു. ചിട്ടി വിളിച്ച പണമോ അല്ലാത്തപക്ഷം ആധാരമോ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ടാണ് കുടുംബം ബാങ്കിന് മുന്നിൽ പ്രതിഷേധിച്ചത്. അധികൃതരുമായി നടത്തിയ ചർച്ചയിൽ 2 ദിവസത്തിനകം തീരുമാനം അറിയിക്കാമെന്ന ഉറപ്പിന്മേലാണ് കുടുംബം ബാങ്കിൽ നിന്ന് മടങ്ങിയത്. ഏറെ വിവാദമായ ചാലക്കുടി വ്യാജ LSD കേസിൽ വഴിത്തിരിവ്. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ മയക്കുമരുന്ന് കേസിൽ കുടുക്കാൻ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയ ആളെ തിരിച്ചറിഞ്ഞു. ഷീല സണ്ണിയുടെ അടുത്ത ബന്ധത്തിലുള്ള യുവതിയുടെ സുഹൃത്ത് തൃപ്പുണിത്തറ ഏരൂർ സ്വദേശി നാരായണദാസാണ് വിവരം നൽകിയത്. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ TM മജു കേസിൽ ഇയാളെ പ്രതി ചേർത്ത് തൃശൂർ സെഷൻസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി. ഇയാളോട് ഈ മാസം 8-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചാലക്കുടിയുടെ ബ്യൂട്ടി പാർലർ ഉടമയായ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ 72 ദിവസം ജയിലിലടച്ചത് വലിയ വിവാദമായിരുന്നു. രഹസ്യവിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിലായിരുന്നു ബാഗിനകത്ത് ഒളിപ്പിച്ച നിലയിൽ LSD സ്റ്റാമ്പ് കണ്ടെത്തിയത്. എന്നാൽ കെമിക്കൽ എക്സാമിനറുടെ പരിശോധനയിൽ പിടികൂടിയത് LSD സ്റ്റാമ്പ് അല്ലെന്ന് കണ്ടെത്തി. പരിശോധനാഫലം എക്സൈസ് സംഘം മറച്ചുവെച്ചു. റിപ്പോർട്ട് പുറത്തായതോടെ ഷീല സണ്ണി ഹൈക്കോടതിയെ സമീപിച്ച് കേസ് റദ്ദാക്കുകയായിരുന്നു. തിരുവില്ലാമല അപ്പേക്കാട് ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ വൻ തീപിടുത്തം. പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും ഉൾപ്പെടെ അഗ്നിക്കിരയായി. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. സംഭവസമയത്ത് പ്ലാന്റിൽ ജീവനക്കാർ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. തൃക്കൂർ അയ്യപ്പക്കുന്നിൽ അഗ്നിബാധ. ഏക്കർ കണക്കിന് സ്ഥലം കത്തിനശിച്ചു. അടിക്കാടുകൾക്ക് തീ പിടിച്ചതോടെ പ്രദേശമാകെ പുകയിൽ മൂടി. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പുതുക്കാട് നിന്നും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി. എന്നാൽ തീ പിടിച്ച സ്ഥലം കുന്നിൻ പ്രദേശമായതിനാൽ അഗ്നിരക്ഷാസേന വാഹനത്തിന് തീപിടുത്തമുണ്ടായ സ്ഥലത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ശക്തമായ കാറ്റും വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ വന്നതും തീ കൂടുതൽ സ്ഥലത്തേക്ക് വേഗത്തിൽ ആളിപ്പടരാൻ ഇടയായി. കേരളത്തിലെ ചെറുകിട വ്യാപാര മേഖല തകർച്ചയുടെ പാതയിലാണെന്നും കുത്തക ഭീമന്മാരെ സഹായിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ പറഞ്ഞു. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ രാജു അപ്സര, വൈസ് ക്യാപ്റ്റൻ P. കുഞ്ഞാവു ഹാജി, ജാഥ ജനറൽ കൺവീനർ ദേവസ്യ മേച്ചേരി, ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ്, വനിതാ വിംഗ് സംസ്ഥാന അധ്യക്ഷ സുബൈദ നാസർ, നാരായണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. യാത്ര ഈ മാസം 13-ന് തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ സമാപിക്കും. 13-ന് സംസ്ഥാന വ്യാപകമായി കടയടച്ച് വ്യാപാരികൾ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും. ചെറുകിട വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിമാർക്കും നൽകിയ നിവേദനങ്ങളെല്ലാം അവഗണിച്ച് വ്യാപാരികൾക്കെതിരെ കൂടുതൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. തങ്ങൾ ഉന്നയിച്ച 29 ആവശ്യങ്ങളിൽ 5 ആവശ്യങ്ങൾ അംഗീകരിച്ച സംസ്ഥാന ബജറ്റിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും രാജു അപ്സര. 29 ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന വ്യാപാര സംരക്ഷണ യാത്രയുടെ ഭാഗമായി തൃശ്ശൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റുകൾ ഈ ചെറുകിട മേഖല രാജ്യത്തില്ലാതാക്കാൻ വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥന്മാരെ പർച്ചേസ് ചെയ്തുകൊണ്ട് തെറ്റായ നിയമങ്ങൾ എഴുതി മന്ത്രിമാരെ കൊണ്ട് ഒപ്പിടിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് ഈ അത്തരം ഉദ്യോഗസ്ഥന്മാരുടെ ഇത്തരം കാര്യങ്ങൾ പഠിച്ചു മാത്രമേ മന്ത്രിമാർ തീരുമാനമെടുക്കാവൂ. IAS ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുവന്നതിനെല്ലാം ഒപ്പിട്ട് കൊടുക്കുന്ന നല്ല ആദർശം കാര്യങ്ങൾ ശ്രീ M. V. ഗോവിന്ദൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യത ഉണ്ടായിരുന്നു. പഠിച്ചായിരുന്നു ഒപ്പിടുന്നത്. പിന്നെ എന്തെങ്കിലും പരാതി വന്നാൽ നമ്മളുമായി സംസാരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി കാര്യങ്ങൾ മാറ്റി ചെയ്യപ്പെടുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു. എന്നാൽ അതിന് തയ്യാറാകുന്നില്ല ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒട്ടും പ്രായോഗികമല്ലാത്ത നിബന്ധനകളാണ് ലൈസൻസിന് വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് ആശ്രയമാണ് നഗര ഗ്രാമപ്രദേശങ്ങളിലെ ചെറുകിട വ്യാപാരികൾ. അതുകൊണ്ട് തന്നെ ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. വ്യാപാര സംരക്ഷണ യാത്രയുടെ സമാപന ദിനമായ ഫെബ്രുവരി 13-ന് 5 ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കുമെന്ന് രാജു അപ്സര പറഞ്ഞു. വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ, വർക്കിംഗ് പ്രസിഡന്റ് P. കുഞ്ഞാവു ഹാജി, ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ സന്നിഹിതരായി. TCV ന്യൂസ്, തൃശൂർ. നാട്ടിക MLA CC മുകുന്ദന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം അസ്ഹർ മജീദിനെ CPI-യിൽ നിന്ന് പുറത്താക്കി. പാർട്ടി ചേർപ്പ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന അസ്ഹർ മജീദിനെ ഡിസംബറിൽ ചേർന്ന ചേർപ്പ് മണ്ഡലം കമ്മിറ്റി സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതോടെ ഇയാളെ MLA-യുടെ PA പദവിയിൽ നിന്നും നീക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അസ്ഹറിനെ തിങ്കളാഴ്ച ചേർന്ന മണ്ഡലം കമ്മിറ്റി യോഗം പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചത്. പുലക്കാട്ടുകരയിൽ നടു റോഡിലിട്ട യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രധാന പ്രതികളായ 4 പേരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കോനിക്കര സ്വദേശികളായ തോപ്പിൽ വീട്ടിൽ വിഷ്ണു നാരായണൻ, പാറക്കുളത്ത് വീട്ടിൽ വിശാഖ്, ഐക്കര വീട്ടിൽ റോഷിത്, മരത്താക്കര സ്വദേശി കനകശ്ശേരി ചീരമ്പുള്ളി വീട്ടിൽ അക്ഷയ് സി ദാസ് എന്നിവരാണ് പിടിയിലായത്. സംഭവശേഷം ഒളിവിൽ പോയ പ്രതികളെ കോയമ്പത്തൂരിൽ നിന്നാണ് പിടികൂടിയത്. കേസിൽ 4 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മദ്യപിക്കുന്നത് ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കത്തെ തുടർന്നാണ് പുലക്കാട്ടുകര ഓംപുള്ളി ബിനുവിനെ 12-അംഗ സംഘം മർദ്ദിച്ചത്. ബിനുവിന്റെ കുടുംബത്തിന് നേരെയും ആക്രമണം നടന്നിരുന്നു. SI-മാരായ KS സൂരജ്, KB ദിനേശ്, CPO-മാരായ ശ്രീജിത്ത്, അമൽ, മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. എടത്തിരുത്തി ചൂലൂരിൽ KSEB ജീവനക്കാർ നേന്ത്രവാഴകൾ വെട്ടി നശിപ്പിച്ചു. കുലച്ച 10ഓളം നേന്ത്രവാഴകളാണ് വൈദ്യുതി ലൈനിൽ മുട്ടിയെന്ന പേരിൽ വെട്ടി നശിപ്പിച്ചത്. തൊഴുത്തുംപറമ്പിൽ സന്തോഷും സുഹൃത്തുക്കളും ചേർന്ന് കൃഷി ചെയ്ത വാഴകളാണ് വെട്ടി നശിപ്പിച്ചത്. വൈദ്യുതി ലൈനിലെ ടച്ചിംഗ് വെട്ടാനെത്തിയ വലപ്പാട് KSEB സെക്ഷനിലെ കരാർ ജോലിക്കാരാണ് വാഴകൾ വെട്ടിയത്. വാഴക്കൃഷി നടത്തുന്ന സ്ഥലത്തേക്ക് മതിൽ ചാടിയെത്തിയാണ് ലൈനിന് താഴത്തെ വാഴകൾ വെട്ടി നശിപ്പിച്ചതെന്ന് സന്തോഷ് പറഞ്ഞു. അവർ വന്ന് മൊത്തം ചാടിക്കടന്നു വന്ന് കള്ളന്മാരെ പോലെ വന്നിട്ട് അവർ ചെയ്തു പോയതാണ്. അതിലേക്ക് ചാടിക്കേടി വന്നിട്ട് ഈ വാഴ വെട്ടേണ്ട യാതൊരു ആവശ്യമില്ല. ഇത്രയധികം ബുദ്ധിമുട്ടിയിട്ട് ചെയ്യുന്ന ഒരു സാധനത്തിനെയാണ് ഇപ്പോൾ ഈ നശിപ്പിച്ച് ഇതാക്കിയിട്ടുള്ളത്. പ്രതിഷേധാർഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രതിഷേധാർഹമാണ്. 10 അടി ഉയരമുള്ള മതിൽ ചാടി അതിൻ്റെ മേലെ 2 അടിക്ക് കമ്പിവേലി കെട്ടിയിട്ടുള്ള കമ്പിയും കടന്നിട്ട് വാഴ വെട്ടിയിട്ട് മാന്യന്മാർ നോക്കാൻ വന്നിരിക്കുക. KSEB എഞ്ചിനീയർ നോക്കാൻ വന്നിരിക്കുന്നു വാഴ വെട്ടിയതിന് ശേഷമേ. 10 വർഷത്തോളമായി ഈ സ്ഥലത്തു കൂടി പോകുന്ന ലൈനിൽ വൈദ്യുതി പ്രവഹിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു. 2 വർഷം മുൻപാണ് സന്തോഷും സുഹൃത്തുക്കളും ചേർന്ന് കാട് പിടിച്ചു കിടന്നിരുന്ന സ്ഥലം വൃത്തിയാക്കി വാഴക്കൃഷി ആരംഭിച്ചത്.
10 മാസം മുൻപ് നട്ട് ഇപ്പോൾ കുലച്ചു നിൽക്കുന്ന വാഴകളാണ് വെട്ടി നശിപ്പിച്ചത്. കൃഷിമന്ത്രിക്കും വൈദ്യുതി വകുപ്പ് മന്ത്രിക്കും പരാതി നൽകുമെന്ന് കർഷകർ പറഞ്ഞു. അതേസമയം ലൈനിലേക്ക് മുട്ടി നിൽക്കുന്ന ഭാഗമാണ് വെട്ടി ഒഴിവാക്കിയതെന്നും ഏതെങ്കിലും കാരണവശാൽ ഇതിലേക്ക് വൈദ്യുതി പ്രവഹിച്ചാൽ അപകടം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലാണ് നടത്തിയതെന്നും KSEB അധികൃതർ പറഞ്ഞു. TCV കയ്പമംഗലം. തിരുവില്ലാമല സർവീസ് സഹകരണ ബാങ്കിലേക്ക് CPI AIYF പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. മാർച്ച് ബാങ്കിന് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ AIYF തൃശൂർ ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി ഉദ്ഘാടനം ചെയ്തു. CPI തിരുവില്ലാമല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR സത്യൻ അധ്യക്ഷത വഹിച്ചു. CPI ലോക്കൽ കമ്മിറ്റി അംഗം C മോഹനൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം TP സുനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം ദീപ S നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു സുരേഷ് എന്നിവർ പങ്കെടുത്തു. കാഞ്ഞങ്ങാട് ട്രെയിൻ തട്ടി കൊടുങ്ങല്ലൂർ സ്വദേശി മരിച്ചു. എറിയാട് മാടവന നീലക്കരയെഴുത്ത 43 വയസ്സുള്ള റിയാസാണ് മരിച്ചത്. കാഞ്ഞങ്ങാട് സ്റ്റേഷനിൽ 2ാം പ്ലാറ്റ്ഫോമിൽ ഞായറാഴ്ച രാത്രിയിലായിരുന്നു അപകടം. ഹോസ്ദുർഗ് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. വിളക്കാട്ടത്തിൽ അതിജീവനത്തിന്റെ കഥയുമായി ഭാസ്കരൻ താണിക്കുടം. 11 നിലവിളക്കുകൾ വരെ തലയിലേന്തി ഉത്സവപ്പറമ്പുകളിൽ വ്യത്യസ്തനാവുകയാണ് ഈ കലാകാരൻ. വിളക്കാട്ടത്തിലെ വിസ്മയമാണ് ഭാസ്കരൻ താണിക്കുടം. പതിറ്റാണ്ടുകളായി കാവടിയാഘോഷ കലാകാരനായ ഭാസ്കരേട്ടൻ 6 വർഷം മുമ്പാണ് വിളക്കാട്ടത്തിലേക്ക് ചുവടുവയ്ക്കുന്നത്. എന്നാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയുടെ ചികിത്സാ പിഴവ് മൂലം വലത്തെ കാലിലെ 3 വിരലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. തന്റെ മനഃശക്തി കൊണ്ടും കലയോടുള്ള ആത്മാർത്ഥത കൊണ്ടും വീണ്ടും വിളക്കാട്ടത്തിലേക്ക് അതിശക്തിയോടെ തന്നെ തിരിച്ചു വന്നിരിക്കുകയാണ് ഈ കലാകാരൻ. വിരലുകൾ മുറിച്ചു മാറ്റും മുമ്പേ 7 വിളക്കുകൾ വരെ തലയിലേന്തി ഉത്സവപ്പറമ്പുകൾ കീഴടക്കിയിരുന്ന ഭാസ്കരേട്ടൻ ഇന്ന് 11 വിളക്ക് വരെ തലയിലേന്തി ഇപ്പോൾ വിസ്മയമാകുകയാണ്. 45 വർഷമായി ഞാൻ കാവടിയാട്ടം തുടങ്ങിയിട്ട്. ഇപ്പോൾ കാവടിയാട്ടം നിർത്തി. ഇപ്പോൾ ഞാൻ വിളക്കാട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ആദ്യം 5 വിളക്ക് ഞാൻ ചെയ്തു. ഇപ്പോൾ അത് 11 വിളക്ക് വരെ ഞാൻ ചെയ്യുന്നുണ്ട്. കാലിന് എനിക്ക് ചെറിയൊരു ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയതാണ്. അവിടുത്തെ ചികിത്സ പഴുകാരൻ 3 വിരൽ മുറിച്ചിരിക്കുകയാണ്. എങ്കിലും ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് ഇപ്പോൾ 11 വിളക്ക് വരെ ആടാൻ പറ്റി. കയ്യിൽ കർപ്പൂരവും തീപ്പന്തങ്ങളുമേന്തി പ്രായവും തന്റെ ശാരീരിക വിഷമതകളും വകവയ്ക്കാതെ ഉത്സവപ്പറമ്പുകളിൽ മനം നിറഞ്ഞാടുകയാണ് ഈ കലാകാരൻ. TC വിനോസ്, തൃശൂർ. തളിക്കുളം മിയ കൺവെൻഷൻ സെന്ററിന്റെ നേതൃത്വത്തിൽ COA തൃപ്രയാർ മേഖലാ കമ്മിറ്റി ഭാരവാഹികൾക്കും അംഗങ്ങൾക്കുമായി സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. COA തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് KB ബൈജു അധ്യക്ഷത വഹിച്ചു. COA മേഖലാ സെക്രട്ടറി സുരേഷ് കുമാർ, ട്രഷറർ EL ടോണി, ഗ്രാമ്യ ഓർബിറ്റ് ഫിനാൻസ് ഡയറക്ടർ CS ദേവരാജ്, പ്രോഗ്രാം ഇൻചാർജ് KL പ്രദീപ്, ചലച്ചിത്ര സംവിധായകനും അന്തിക്കാട് മഹാത്മാ കേബിൾ TV ഉടമയുമായ സജീവൻ അന്തിക്കാട് എന്നിവർ സംസാരിച്ചു. മിയ കൺവെൻഷൻ സെന്ററിന്റെ ഉപഹാരം മാനേജിംഗ് പാർട്ണർ രജീബ് ലാൽ COA ഭാരവാഹികൾക്ക് കൈമാറി. അംഗങ്ങളുടെ കലാപ്രകടനങ്ങളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കോവിഡ് മഹാമാരിയുടെ അനുഭവകാല സന്ദേശം ഉയർത്തി തൃശൂരിൽ നടക്കുന്ന ARCOV-19 എന്ന ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു. കോവിഡ് വിതച്ച പ്രതിസന്ധി, അതിലൂടെ ഉടലെടുത്ത ആകുലതകളും ആശങ്കയും, രോഗം പകർന്ന മരണഭീതിയും ഒറ്റപ്പെടലും, ഒടുവിൽ ഒത്തൊരുമിച്ചുള്ള പ്രതിരോധവും അതിജീവനവും, ഇങ്ങനെ ലോകജനത ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആ മഹാമാരിക്കാലത്തെ ഒരുപിടി ചിത്രങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കൂട്ടം കലാകൃത്തുക്കൾ. ആ കാലയളവിൽ രൂപം കൊണ്ട ഈ കലാസൃഷ്ടികൾ ഓരോന്നും അന്ന് നാം നേരിട്ട വേദനയുടെയും പൊരുതലിന്റെയും നേർചിത്രങ്ങളാണ്. കേരള ജനതയുടെ ഒത്തൊരുമയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിട്ടാണ് പാലക്കാട് സ്വദേശിയായ ചിത്രകാരി ഫോറിൻഡോ ദീപ്തിയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചത്. കോവിഡ് കാലം എന്തായിരുന്നു എന്നുള്ളത് ചിത്രത്തിലൂടെ കാണിക്കുക, നമ്മൾ അനുഭവിച്ച വഴികൾ, ഏതൊക്കെ രീതിയിലായിരുന്നു കോവിഡ് കാലം എന്നുള്ളത് മറന്നുപോയി.
അപ്പോൾ ആ കാലഘട്ടത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഈ എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കോവിഡ് കാലത്തെ പോലെ ഒരു ഒത്തൊരുമയുള്ള കാലം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. എല്ലാ ജനങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായിക്കോട്ടെ ജാതിമതമായിക്കോട്ടെ എല്ലാവരും ഒന്നിച്ച് നിന്നൊരു കാലഘട്ടമാണ്. ഒന്നിച്ച് കൈകോർത്ത് തന്നെ നിന്നൊരു കാലഘട്ടമായിരുന്നു. ഇതുപോലെയുള്ള മാരക രോഗങ്ങൾ ഇനിയും വരാം. പക്ഷേ അത് ഈ കോവിഡ് കാലം നമുക്ക് ഈ തന്ന അതിജീവനത്തിൻ്റെ ഒരു ഓർമ്മ നമുക്കുണ്ടെങ്കിൽ ഇനി വരുന്ന എല്ലാ രോഗത്തെയും നമുക്ക് തുരത്താൻ കഴിയും. ഇല്ലെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിക്കാതെ അല്ലെങ്കിൽ എത്താതെ അതിൽ നിന്ന് മുക്തി അടയാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഗുജറാത്തിൽ സ്ഥിരതാമസമാക്കിയ മലയാളിയായ കലാകാരൻ്റേതടക്കം കേരളത്തിൽ നിന്നുള്ള 30 കലാകാരന്മാരുടെ 60 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. മരണം കവർന്ന കൊല്ലം സ്വദേശിയായ മേരി ഷീബ എന്ന കലാകാരിയുടെ ഏറെ ശ്രദ്ധ നേടിയ സൃഷ്ടിയും കൂട്ടത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇതിനോടകം 10 ജില്ലകളിൽ പ്രദർശനം നടത്തി ഏറെ സ്വീകാര്യത നേടിയ ചിത്ര പ്രദർശനത്തിന് കേരളത്തിന് പുറത്തുനിന്നും ക്ഷണം ലഭിച്ചു കഴിഞ്ഞു. ഇതേ വിഷയത്തിൽ 1000 കലാകാരന്മാരുടെ സൃഷ്ടികൾ അണിനിരത്തി മെഗാ റെക്കോർഡ് പ്രദർശനം സംഘടിപ്പിക്കാനും കൂട്ടായ്മയ്ക്ക് ലക്ഷ്യമുണ്ട്. ലളിതകലാ അക്കാദമിയുടെ തൃശൂർ ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന ചിത്ര പ്രദർശനം ബുധനാഴ്ച സമാപിക്കും. തുടർന്ന് ഫെബ്രുവരി 10 മുതൽ കാസർഗോഡാകും പ്രദർശനം. TCV തൃശൂർ. ചേലക്കര വെങ്ങാനല്ലൂരിൽ ക്ഷേത്രത്തിൽ മോഷണം. കൊച്ചിൻ ദേവസ്വത്തിന്റെ കീഴിലുള്ള വെങ്ങാനല്ലൂർ എടത്തറക്കോവ് ക്ഷേത്രത്തിലാണ് കവർച്ച നടന്നത്. പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ ശാന്തിയാണ് തിടപ്പിള്ളിയുടെ വാതിൽ കുത്തി തുറന്ന നിലയിൽ കണ്ടെത്തിയത്. നിലവിളക്കുകളും പൂജാപാത്രങ്ങളും മോഷണം പോയി. വെങ്ങാനല്ലൂർ ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യൻ ചേലക്കര പോലീസിൽ പരാതി നൽകി. കരുവന്നൂർ കൊക്കരിപ്പള്ളത്ത് താൽക്കാലിക തടയണ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. കരുവന്നൂർ പുഴയിലേക്ക് വന്നു ചേരുന്ന കൈത്തോടായ തൊമ്മാന കനാലിൽ മന്ത്രിതല യോഗത്തിന്റെ തീരുമാനപ്രകാരം തിങ്കളാഴ്ച തടയണ കെട്ടാൻ എത്തിയപ്പോഴാണ് നാട്ടുകാർ തടയണ നിർമ്മാണം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത്. വല്ലച്ചിറ പഞ്ചായത്തിന്റെയും ഇരിങ്ങാലക്കുട നഗരസഭയുടെയും അതിർത്തി പങ്കിടുന്ന പ്രദേശമായ ഇവിടെ ഏറെക്കാലമായി പ്രദേശവാസികൾ ബണ്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. സമീപത്തെ ഇഷ്ടിക നിർമ്മാണം നടന്നിരുന്ന പ്രദേശത്തു നിന്ന് കൃഷി ആവശ്യത്തിനെന്ന പേരിൽ കനാലിലേക്ക് വെള്ളം തുറന്നുവിടുന്നത് മൂലം കനാലിലെ വെള്ളം മലിനപ്പെടാറുണ്ട്. ഇത് പ്രദേശത്തെ കിണറുകളിലെയും മറ്റ് കുടിവെള്ള സ്രോതസ്സുകളിലെയും വെള്ളം മലിനപ്പെടാൻ കാരണമാകുന്നുവെന്ന് ആരോപിച്ചാണ് പ്രദേശവാസികൾ താൽക്കാലിക തടയണ കനാലിന്റെ കുറച്ച് കിഴക്ക് മാറി നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. ഞങ്ങളുടെ കിണറ്റിലത്തെ വെള്ളം വരെ മലിനമാകുന്ന ഒരവസ്ഥയാണ് ഈ ചിറ മൂലം ഞങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളൊരു കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഗവൺമെൻറ്റുള്ള എല്ലാ ആളുകളെയും വിളിച്ചുകൊണ്ട് നമുക്ക് ഈ ചിറ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാ ഇവിടെ നാട്ടുകാരെ ഒരുമിച്ച് ഞങ്ങൾ ആവശ്യം ഉന്നയിക്കുന്നതാണ്. നിരന്തര ആവശ്യത്തെ തുടർന്ന് കഴിഞ്ഞ തവണ അവിടെ താൽക്കാലിക തടയണ നിർമ്മിച്ചതുമാണ്. എന്നാൽ കനത്ത മഴയിൽ ഈ തടയണ തകരുകയും സമീപത്തെ പറമ്പിന്റെ കുറച്ചു ഭാഗം ഇടിയുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കളക്ട്രേറ്റിൽ മന്ത്രി ആർ ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ മുൻപുണ്ടായിരുന്ന കണക്കൻകടവ് പാലത്തിന് സമീപത്തുള്ള സ്ഥിരം ചിപ്പിൽ തന്നെ തടയണ കെട്ടാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥരും തൊഴിലാളികളും തടയണ നിർമ്മാണത്തിനായി എത്തിയത്. എന്നാൽ പ്രതിഷേധവുമായി നാട്ടുകാർ എത്തിയതോടെ വിവരം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു. ഇരിങ്ങാലക്കുട പോലീസും സ്ഥലത്തെത്തിയിരുന്നു. നാട്ടുകാരെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും നിർമ്മാണം നടത്തിയാൽ പുഴയിലേക്ക് ചാടുമെന്ന് സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ പറഞ്ഞതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ചിമ്മിനി ഡാം തുറന്ന് കരുവന്നൂർ പുഴയിലൂടെ വിടുന്ന വെള്ളം കണക്കൻകടവ് ഭാഗത്തെ ചീപ്പ് തുറന്നിരിക്കുന്നതിനാൽ ഏനാമാവ് ഭാഗത്തേക്ക് വേണ്ട വിധത്തിൽ എത്തുന്നില്ലെന്നും ഇത് ആ പ്രദേശത്തെ കൃഷിക്കാരെ സാരമായി ബാധിക്കുകയാണെന്നുമാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. TCV ഇരിങ്ങാലക്കുട. വെളിയംകോട് ചന്ദനക്കുടം ആണ്ട് നേർച്ചയോടനുബന്ധിച്ചുള്ള കൊടിക്കയറ്റ് കാഴ്ചയ്ക്കെത്തിയ ആന കനോലി കനാലിൽ കുളിക്കാനിറങ്ങിയത് കൗതുകമായി. താമരശ്ശേരി സ്വദേശി ഷിഹാബിന്റെ ഉടമസ്ഥതയിലുള്ള അക്കരമേൽ മോഹനൻ എന്ന കൊമ്പനാണ് നാട്ടുകാർക്ക് കൗതുക കാഴ്ച ഒരുക്കിയത്. പാപ്പാന്മാർ ഏറെ ശ്രമിച്ചെങ്കിലും ആനയെ കരയിൽ കയറ്റാനായില്ല. 2 മണിക്കൂർ നേരം ആന കനാലിലെ വെള്ളത്തിൽ തിമിർത്ത് കുളിച്ചു. പിന്നീട് ഭക്ഷണ സാധനങ്ങൾ കാണിച്ച് ആനയെ കരയ്ക്ക് കയറ്റുകയായിരുന്നു. തടിച്ചുകൂടിയ ജനങ്ങളെ നിയന്ത്രിക്കാൻ പെരുമ്പടപ്പ് പോലീസും സ്ഥലത്തെത്തി. തൃശൂർ റെയിൽവേ സ്റ്റേഷന് സമീപം യുവതിയെ തലയ്ക്കടിയേറ്റ നിലയിൽ കണ്ടെത്തി. തമിഴ്നാട് സ്വദേശിനി രേഷ്മയെയാണ് കല്ലുകൊണ്ട് തലയ്ക്കടിയേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഗുരുതര പരിക്കേറ്റ ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവതിക്കൊപ്പമുണ്ടായിരുന്ന യുവാവിനായി തൃശൂർ വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് 7-ാം വാർഡ് ഊരകം ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് 8 സ്ഥാനാർത്ഥികൾ പത്രിക നൽകി.
ലിജോ പനയ്ക്കൽ, VM വിമൽ, KS മിഥുൻ, പാർവതി ഗാന്ധി, NR രാജൻ, P സുനിൽ, നവീൻ എന്നിവരാണ് പത്രിക നൽകിയിട്ടുള്ളത്. കോൺഗ്രസ് അംഗമായിരുന്ന മോഹനൻ വാഴപ്പള്ളിയുടെ നിര്യാണത്തെ തുടർന്നാണ് 7ാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഫെബ്രുവരി 22-നാണ് ഉപതെരഞ്ഞെടുപ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന ബജറ്റിൽ ഇത്തവണ ക്ഷേമ പെൻഷൻ വർധനവില്ല. ജീവനക്കാർക്ക് പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കും. മദ്യത്തിന് വില കൂടും. തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് നവീകരണത്തിന് സംസ്ഥാന ബജറ്റിൽ 10 കോടി രൂപ പ്രഖ്യാപിച്ചു. സുവോളജിക്കൽ പാർക്കിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് 6 കോടി രൂപ വകയിരുത്തി. സാഹിത്യ, സംഗീത, ലളിതകലാ അക്കാദമികളുടെ പ്രവർത്തനങ്ങൾക്കും ബജറ്റിൽ പരിഗണന. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ AC മൊയ്തീൻ MLAയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ED നടപടി ശരിവച്ചു. പൂങ്കുന്നം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനമായ ഹീവാൻ ഫിനാൻസ് ലിമിറ്റഡ് പൂട്ടി. നിക്ഷേപകർ പ്രതിസന്ധിയിൽ. TNT ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സ്ഥാപനത്തിന്റെയും ഉടമകളുടെയും സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ കളക്ടറുടെ ഉത്തരവ്. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവം. എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വിവരം നൽകിയ ആളെ പ്രതി ചേർത്ത് എക്സൈസ് ക്രൈംബ്രാഞ്ച് കേസെടുത്തു. തിരുവില്ലാമല അപ്പേക്കാട് ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിൽ വൻ തീപിടുത്തം. തൃക്കൂർ അയ്യപ്പക്കുന്നിൽ ഏക്കർ കണക്കിന് സ്ഥലം കത്തിനശിച്ചു. ചെറുകിട വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് തൃശൂരിൽ സ്വീകരണം നൽകി. വ്യാപാരികൾക്കെതിരെ കൂടുതൽ നിയന്ത്രണങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.